നമസ്കാരം. നമ്മളുടെ ആത്മാവ് എത്രത്തോളം ശക്തമാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആത്മാവ് സംതൃപ്തമാണോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആത്മാവിന് വേണ്ട ഭക്ഷണം നമ്മളിൽ ആരെങ്കിലും കൃത്യസമയത്ത് കൊടുക്കാറുണ്ടോ? ആത്മാവിന് ഭക്ഷണമോ, അതെന്താണത് എന്നല്ലേ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ചിന്തിച്ചത്? എന്നാൽ കേട്ടോളൂ, നമ്മളുടെ ശരീരത്തെ പരിപാലിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ആത്മാവിനെയും നമ്മൾ പരിപാലിക്കണം. അതിനും ഭക്ഷണം നൽകണം. എങ്കിലേ നമ്മളുടെ ആത്മാവ് പരിപൂർണ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് അതിൻ്റെ ശക്തി കുറഞ്ഞു വരുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരുന്നത്, പല തരത്തിലുള്ള പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുന്നത്. അതിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാവാം, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളാവാം, നമ്മളുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, കരിയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഇത്തരത്തിലാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ ആത്മാവിൻ്റെ എനർജി ക്ഷയിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ആത്മാവിൻ്റെ എനർജി കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അതിനെ എങ്ങനെ ശരിയായ ഭക്ഷണം കൊടുത്ത് റീചാർജ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത ആഴ്ച, അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഈ വിഷയത്തെക്കുറിച്ചും നമ്മളുടെ ശരീരത്തിലെ എനർജി പോയിന്റുകൾ അഥവാ ചക്രാസിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു ഫ്രീ വെബിനാർ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ തീയതി അടക്കമുള്ള മറ്റ് അപ്ഡേറ്റുകൾ ഈ ചാനലിൻ്റെ കൂട്ടായ്മയായ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കൃത്യമായ വിവരം ലഭിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ, ആ ഗ്രൂപ്പിൽ അംഗമാവാത്തവർ ദയവ് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗമാവാൻ ശ്രമിക്കുക.